നമസ്കാരം. ആശാ ഷോട്ട്സ് ട്രാവൽ മെമ്മറീസിലേക്ക് സ്വാഗതം. എലി മനുഷ്യർക്ക് ഏറ്റവും കൂടുതൽ ഉപദ്രവം ചെയ്യുന്ന ഒരു ജീവിയാണ്. എന്ത് സാധനം അതിൻ്റെ മുന്നിൽ കണ്ടു കഴിഞ്ഞാലും കടിച്ചു പറിച്ച് നശിപ്പിക്കുക എന്നത് എലിയുടെ ഒരു സ്വഭാവമാണ്. എല്ലാ വീടുകളിലും എലി ഒരു നിത്യ സാന്നിധ്യമായി കാണുന്നു. എലിയെ തുരത്താൻ വേണ്ടി പലതരത്തിലും മാർഗങ്ങൾ സ്വീകരിക്കാറുണ്ടെങ്കിലും അതൊന്നും ഫലപ്രദമായി വരാറ് പതിവില്ല. കാരണം എലി വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്നു എന്നത് തന്നെയാണ്. ഒരു എലിയെ വെറുതെ ഇരിക്കുന്നതായി ഒരിടത്തും കാണാൻ സാധിക്കുകയില്ല. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ എലി ഏതു നേരവും ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് എന്തെങ്കിലുമൊക്കെ കടിച്ച് മുറിക്കുക എന്നതാണ്. എങ്കിലും അതിൻ്റെ പ്രവൃത്തി അത് തുടർന്നുകൊണ്ടേ ഇരിക്കും. മറ്റുള്ളവർക്ക് ഉപദ്രവമുണ്ടോ എന്നൊന്നും അതിന് ചിന്തയില്ല. ഇത് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ കടിച്ചു മുറിക്കുക എന്ന അതിൻ്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. അതിനെ പിടിക്കുവാനോ ഉപദ്രവിക്കുവാനോ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് വളരെ വേഗത്തിലാണ് ഓടുക. മിന്നായം പോലെ നമ്മളുടെ മുന്നിൽ കൂടെ ഓടിപ്പോകുന്നത് കാണാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ തന്നെ ഇതിനെ പിടിച്ച് നശിപ്പിക്കുക എന്ന് പറയുന്നത് സാധിക്കുന്ന കാര്യമല്ല. ഇങ്ങനെയുള്ള എലി, വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന എലി, അതിൻ്റെ ജീവൻ അപകടത്തിലാവുമ്പോൾ ആ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി ഉള്ള ഓട്ടം അത് എന്തുമാത്രം വലിയ ഒരു ഓട്ടമായിരിക്കും. ഇന്നത്തെ വിശേഷം അതിനെപ്പറ്റിയാണ്. വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഫേസ്ബുക്കിൽ കാണുന്നവർ ഫോളോ ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു. കുറേ അധികം നാളുകൾക്ക് മുന്നെയാണ് രാവിലെയുള്ള പ്രഭാത നടത്തത്തിന് ഇടയിൽ ഞാനൊരു സംഭവം കണ്ടത്. വീട്ടിൽ നിന്നും കുറേ അധികം ദൂരേക്കുള്ള ഒരു ടൗൺ ഏരിയയിലേക്ക് റോഡ് വഴി നടന്നു പോകുന്ന പതിവുണ്ട് ചില സമയങ്ങളിൽ മാത്രമേ ഞാനങ്ങനെ നടക്കാറ് പതിവുള്ളൂ. അങ്ങനെ ഒരിക്കൽ നടക്കുമ്പോൾ കണ്ട ഒരു കാഴ്ചയാണ്. റോഡ് എൻ്റെ രണ്ട് വശങ്ങളിലുമായി പാടശേഖരങ്ങളാണ്. പാടശേഖരങ്ങളുടെ നടുക്കായി റോഡ് കുറച്ച് പൊക്കത്തിലാണ് ഉള്ളത്. ഈ പാടശേഖരങ്ങൾ കൃഷിയൊന്നും ചെയ്യാതെ